എല്ലാവർക്കും മാർക്കി വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്വപ്നങ്ങളുടെ പുറകെ പോയി പരിശ്രമിച്ച് ഒരു തവണ പരാജയപ്പെടൽ അല്ലെങ്കിൽ 2 തവണ പരാജയപ്പെടൽ, പിന്നീട് ആ സ്വപ്നം നമ്മൾ എന്നേക്കുമായിട്ട് ആ സ്വപ്നം ഉപേക്ഷിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ പലരും ചെയ്യാറുള്ളത്. എന്നാൽ തോമസ് ആൽവ എഡിസന്റെ ഒരു വിജയഗാഥ നമുക്ക് കേൾക്കാം. പരാജയങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തക്കാരിൽ ഒരാളായ തോമസ് എഡിസൺ തൻ്റെ ജീവിതത്തിൽ എത്ര തവണ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് ബൾബ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ പ്രകാശത്തിന് പിന്നിൽ ആയിരക്കണക്കിന് പരാജയങ്ങളുടെ നീണ്ട കഥയുണ്ട്. എഡിസൺ ഒരു സാധാരണക്കാരനായിരുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ മന്ദബുദ്ധിയെന്ന് പോലും അധ്യാപകർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. എന്നാൽ അതൊന്നും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം തകർത്തില്ല. അദ്ദേഹത്തിന് പഠിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടായിരുന്നു. ബൾബ് കണ്ടുപിടിക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളെല്ലാം അവിശ്വസനീയമാണ്. ആയിരക്കണക്കിന് തവണ അദ്ദേഹം പരാജയപ്പെട്ടു. പലതരം വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷ നോക്കി. പലതും കത്തിപ്പോയി. പലതും ഒട്ടും വെളിച്ചം തന്നില്ല. ഓരോ പരാജയത്തിലും ആളുകൾ അദ്ദേഹത്തെ കളയിക്കൊണ്ടിരുന്നു. നിങ്ങൾ വെറുതെ സമയം കളയുകയാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പലരും പറഞ്ഞു. ഒരു പത്രലേഖകൻ ഒരിക്കൽ എഡിസനോട് ചോദിച്ചു, 1000 തവണ പരാജയപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും നിരാശ തോന്നിയില്ലേ? എഡിസൺ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ 1000 തവണ പരാജയപ്പെട്ടിട്ടില്ല. ബൾബ് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത 1000 വഴികൾ ഞാൻ കണ്ടെത്തി എന്ന് മാത്രം. ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അസാമാന്യ മനോഭാവത്തെയാണ് കാണിക്കുന്നത്. ഓരോ പരാജയത്തെയും അദ്ദേഹം ഒരു പാഠമായി കണ്ടു. ഈ വഴിക്ക് ശരിയാവില്ലെന്ന് മനസ്സിലാക്കി അടുത്ത വഴി പരീക്ഷിച്ചു. അചഞ്ചലമായ നിശ്ചയദാർഢ്യം കൊണ്ടാണ് ഒടുവിൽ 1879 അദ്ദേഹം ആദ്യത്തെ പ്രായോഗികമായ ബൾബ് കണ്ടുപിടിച്ചത്. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളുണ്ട് ഒരുപാട്. എഡിസൺ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടു. പക്ഷെ ഓരോ പരാജയവും അദ്ദേഹത്തിൻ്റെ വിജയത്തിലേക്കുള്ള ഒരു പടി കൂടി അടുപ്പിച്ചു. നിങ്ങളുടെ ജീവിതത്തിലും പരാജയങ്ങളുണ്ടാവാം. അവയെ പഠിക്കാനുള്ള അവസരങ്ങളെ കാണുക. ഉറച്ച ലക്ഷ്യബോധം. ബൾബ് കണ്ടുപിടിക്കുക എന്നതായിരുന്നു എഡിസന്റെ ലക്ഷ്യം. എത്ര പരാജയങ്ങൾ വന്നിട്ടും അദ്ദേഹം ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറിയില്ല. ഉറച്ച ലക്ഷ്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നിങ്ങൾക്കും ഒരു ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാവണം. അതിനുവേണ്ടി കഠിനതയും സമയവും കണ്ടെത്തണം. ചെയ്യാനുള്ള മനസ്സും വേണം. എഡിസനെ ആളുകൾ കളിയാക്കിയപ്പോഴും എഡിസൺ സ്വയം വിശ്വസിച്ചു. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ തളർത്താൻ കഴിയില്ല. അടങ്ങാത്ത പരിശ്രമമാണ് ഓരോ വിജയത്തിൻ്റെയും മുന്നോടി. ഒരു വിജയം നേടാൻ എളുപ്പവഴികളില്ല. നിരന്തരമായ പരിശ്രമവും കഠിനതനവുമാണ് വിജയത്തിന് താക്കോൽ. തോമസ് എഡിസന്റെ ഈ കഥ നിങ്ങൾക്കൊരു പ്രചോദനമാവുമെന്ന് കരുതുന്നു. 1 തവണ 2 തവണ തോറ്റാലും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന് വേണ്ടി നമുക്ക് പറക്കാം, പരിശ്രമിക്കാം, കഠിനതനം ചെയ്യാം. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു.